വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു മത്തങ്ങ സാമ്പാർ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം മത്തങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, സാമ്പാർ പരിപ്പ്. ഇനി നമുക്ക് ഈ മത്തങ്ങയൊക്കെ ഒന്ന് ചെത്തി അരിഞ്ഞു കൊണ്ടുവരണം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. ഒരുപാട് കഷ്ണങ്ങളൊന്നും വേണ്ട. ഇനി നമുക്ക് മത്തങ്ങ ഒന്ന് ചെത്തിയെടുക്കാം. പിഞ്ച് മത്തങ്ങയാണെങ്കിൽ തൊലിയൊന്നും ചെത്തണ്ട കേട്ടോ, അതുപോലെ തന്നെ അങ്ങ് അരിഞ്ഞിട്ടാൽ മതി. ഇത് ഇത്തിരി മുറ്റിയ മത്തങ്ങയാണേ, അതുകൊണ്ട് ഞാൻ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട്. അതിനകത്ത് കുരുവൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നമുക്കിനി അതിൻ്റെ ആ പുറം തൊലി ഒന്ന് ചെത്തിയെടുക്കാം. ഒരുപാട് അങ്ങ് ചെത്തിക്കളയണ്ട കേട്ടോ. ഇതുപോലെ ആ പുറം തൊലി മാത്രം ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. ഇനി നമുക്കിത് മുഴുവനും ചെത്തിയെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ. ഇനി നമുക്കിത് കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പം ഇത്തിരി വലിയ കഷ്ണമായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നമ്മൾ കുക്കറിലിട്ടല്ലേ വേവിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്നങ്ങ് വേകും. അതുകൊണ്ട് വലിയ കഷ്ണമായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തൊരു കുക്കറിലിടാം. ഞാൻ കഴുകിയെടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പും കൂടി കഴുകിയെടുക്കാം. പരിപ്പ് നന്നായിട്ടൊരു 3-4 വെള്ളത്തിൽ ഞെരടി കഴുകിയെടുക്കണേ. പരിപ്പും കഴുകിയെടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം. പച്ചമുളക് കീറിയിട്ട് കൊടുത്തു. ഞാനിനി ചെറിയ ഉള്ളി മുറിച്ചിടുന്നില്ല, അതുപോലെ തന്നെ അങ്ങിടുവാണേ. തക്കാളിയും ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പൊടിയിട്ട് കൊടുക്കാം. ഞാനിപ്പം ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ഇത്രയും സാധനമാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഒരു തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തു. ഇനി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് വെച്ചൊന്ന് അടയ്ക്കാം. അടച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഒരു 2 വിസിലടിച്ചാൽ മതി കേട്ടോ, വേഗം തന്നെ വേഗം. ഞാനിനി കടുക് വറുക്കാനായിട്ട് ഇവിടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വറ്റൽമുളക് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം, കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന്. എല്ലാം നന്നായിട്ട് വെന്ത് നല്ല പരുവത്തിനിരിപ്പുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഉപ്പ് ഒന്ന് നോക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് പുളി ഇത്തിരി കുറവാണ്, അപ്പം ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമ്മുടെ സാമ്പാറിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ. ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് സാമ്പാർ വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല. ഈ സമയത്താണ് ഞാൻ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നത്. ഞാനൊരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്കത് സാമ്പാറിലേക്ക് ആ കടുക് പൊട്ടിച്ചതെടുത്ത് ഒഴിച്ചു കൊടുക്കാം. കുറുകിപ്പോകുന്നെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ ഇത്തിരി ഒഴിച്ച് കൊടുക്കണം. എനിക്കിപ്പോൾ പരുവത്തിനാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല വേറെ എക്സ്ട്രാ. ഇനി ഞാൻ ഒരു ചട്ടിക്കകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? അപ്പം നമ്മൾ കിറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ കഷ്ണം മത്തങ്ങയൊക്കെ കാണും അല്ലേ, അതെന്തോ എടുക്കുമെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കും. അപ്പോൾ ഇത്തിരി സാമ്പാർ പരിപ്പും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു ഊണിനുള്ള ഒരു സാമ്പാർ വയ്ക്കാൻ പറ്റും. പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.